ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ ഇത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇൻ്റർനെറ്റിൽ വന്നിട്ടുള്ളൂ. എന്താ പറയുക, ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മൂവീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ആ ഒരു ടീസർ കാണിച്ചു തരുന്നത്. ഇതുവരെയുള്ള ഒരു ടൈമിൽ ഇതേപോലത്തെ ഒരു ടീസർ ഞാനും കണ്ടിട്ടില്ല. എന്നെയും വളരെ എന്താ പറയുക, അത്ഭുതപ്പെടുത്തിയ ഒരു ടീസറായിരുന്നു. ഫുള്ള് ഒരു മോണോഗ്രാം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റൈലിൽ ഒരു ടീസറാണ് അതിനകത്തുള്ളത്. അതിൻ്റെ ടീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ക്യാരക്ടറിൻ്റെ സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന പോലെയാണ് ടീസർ വന്നിട്ടുള്ളത്. അപ്പോൾ ടീസർ തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഒരു പഴയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ടീച്ചർ. നമ്മുടെ അർജുന അശോകൻ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ടിൻ്റെ എന്താ പറയുക, ആ പടിവീട് മാത്രമാണ് കാണിക്കുന്നത്, ഇടിഞ്ഞു പൊളിഞ്ഞത്. അതിനകത്തോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഒരു ഡയലോഗ് വരികയാണ്, എന്തെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിനും എന്താ പറയുക, ആ മനയുടെ സവിശേഷതകളെ കുറിച്ചിട്ട് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്ന് അതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പേര്, അതായത് അർജുൻ അശോകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും ഈ മനയുടെ അകത്തോട്ട് കയറുകയും അതിനകത്തുള്ള കുറച്ച് സീനുകളാണ് കാണിക്കുന്നത്. പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള നമുക്ക് പലപ്പോഴും തോന്നും ഇവർ എന്തിനാണ് അങ്ങോട്ട് കയറുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ അവിടെ കക്കാനാണോ കയറിയത്, അതല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ആണോ കയറിയത്? ചിലരൊക്കെ ടൈം ട്രാവലൊക്കെ പറയുന്നുണ്ട്, ബട്ട് എനിക്ക് ടൈം ട്രാവലായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, അതിനകത്തോട്ട് കയറുമ്പോൾ എന്താ പറയുക, പേടിപ്പെടുത്തുന്ന റൂമുകളും ഇരുട്ടും അതേപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതിനുശേഷം സിദ്ധാർത്ഥ് ഭരതൻ കത്തിയെടുക്കുന്നുണ്ട്, ചോരപ്പാടുകൾ കാണുന്നുണ്ട്. അർജുന അശോകൻ ചോര ചുമച്ച് തുപ്പുന്ന പോലെയുള്ള ഒരു സീനൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ്റെ എന്താ പറയുക ഒരു കുഴി വെട്ടുന്ന സീൻ, അതേപോലെ അവൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ മണികണ്ഠൻ ആചാരി എന്തോ ചെയ്യുന്നു, അതങ്ങനെ ഒരു സീൻ വരുന്നു. അതിൻ്റെ അവസാനം മമ്മൂട്ടി പ്രസൻ്റ് ആവാണ്. മമ്മൂട്ടിയുടെ ലുക്കിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, അന്യായ ലുക്കായിട്ട് പുള്ളി പ്രസൻ്റ് ആണ്. വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം എന്നാണ് അഭിപ്രായം എന്ന് തോന്നുന്നു. കാലങ്ങൾക്ക് ശേഷം എൻ്റെ മനയിലേക്ക് എത്തുന്ന അതിഥികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാണിക്കുന്ന ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തിച്ചു വെച്ചിട്ടുള്ള തൂക്കുവിളക്ക് ഊതിക്കെടുത്തുന്നതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ നമ്മൾ വളരെ എന്താ പറയുക, വളരെ മാനസികമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മേക്കിംഗ് നമ്മളെ വളരെ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനേക്കാളും ഒരു ഗംഭീര സംഭവമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, വിക്രം വേദ പടം പ്രൊഡ്യൂസ് ചെയ്ത പോലെയുള്ള ആൾക്കാർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വളരെ ഹയർ എൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ ഒരു നിരാശപ്പെടുത്താതെ രാഹുൽ സദാശിവൻ നമുക്ക് നിരാശപ്പെടുത്താത്ത ഒരു സിനിമ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ റിലീസായ ഓസ്ലറിൽ ഒരു നെഗറ്റീവ് റോളായിട്ട് വന്നു. ഞാൻ പറയാൻ പാടില്ല, ബട്ട് എന്നിരുന്നാലും പറയുകയാണ്. എനിവേ നമുക്ക് നോക്കാം. ഈ പടം എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ടാവും ചിലപ്പോൾ അറിയില്ല. എല്ലാവരും പറയുന്നു ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ മേക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ മോണോക്രോമിൽ വാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെരി ഡിഫറെൻ്റ് ആണ്. മ്യൂസിക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ഭയങ്കര വേറെ തലത്തിലാണ് ആ മ്യൂസിക് നിൽക്കുന്നത്. നമ്മളെയൊക്കെ ശരിക്കും ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന തരത്തിലുള്ളൊരു മ്യൂസിക്കാണ്. എനിവേ ടീസർ തകർത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ട്രെയിലറും കൂടുതൽ പോസ്റ്റേഴ്സിനും അതുപോലെ തന്നെ സിനിമയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിവേ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.